നമസ്കാരം. ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഖജനാവിൽ പണമില്ലെന്ന് പറഞ്ഞ് അലറുന്ന പിണറായി സർക്കാരിന് തിരിച്ചടി കിട്ടിത്തുടങ്ങി. പിണറായി സർക്കാർ ചിലവാക്കിയ കണക്കുകൾക്ക് സർക്കാർ ഇപ്പോൾ ഇരുട്ടിൽ തപ്പുകയാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ വരവ് ചെലവ് കണക്കുകൾ പുറത്തുവിടുമെന്ന് പ്രഖ്യാപിച്ച് കേരള പിറവിക്ക് തലസ്ഥാനത്ത് സംഘടിപ്പിച്ച കേരളീയം മേളയുടെ കണക്ക് ഒരു മാസമായിട്ടും സർക്കാർ ലഭ്യമാക്കുന്നില്ല. വിവിധ വകുപ്പുകളോട് വിവരാവകാശ നിയമപ്രകാരം കണക്ക് ആവശ്യപ്പെട്ടപ്പോൾ പബ്ലിക് റിലേഷൻ വകുപ്പും പൊതുഭരണ വകുപ്പും മാത്രമാണ് വ്യക്തമായ മറുപടി നൽകിയത്. മറ്റു പല വകുപ്പുകളും വിവരം ലഭ്യമല്ലെന്നറിയിച്ച് ഒഴിഞ്ഞുമാറി. സർക്കാരിന് സാമ്പത്തിക ബാധ്യത കുറവാണെന്നും സ്പോൺസർഷിപ്പിലൂടെയാണ് പല പരിപാടികളും സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രിമാർ അവകാശപ്പെട്ടെങ്കിലും സ്പോൺസർഷിപ്പിന്റെ കണക്ക് ചോദിച്ചപ്പോൾ ഇല്ല എന്നാണ് ഉത്തരം. നവംബർ 1 മുതൽ 7 വരെ നടന്ന മേളയ്ക്കായുള്ള പിരിവിനെക്കുറിച്ച് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ കണക്കുകൾ അറിയിക്കുമെന്നാണ് സംഘാടക സമിതി ചെയർമാനായ മന്ത്രി വി ശിവൻകുട്ടി നവംബർ 6 വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത്. കേരളീയം കഴിഞ്ഞ് അതിന്റെ നേട്ടങ്ങൾ വിവരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച വാർത്താ സമ്മേളനത്തിലും കണക്ക് വെളിപ്പെടുത്തിയില്ല. 27.12 കോടി രൂപയാണ് ബജറ്റ് നിശ്ചയിച്ചതെന്നാണ് ബാക്കി സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തിയതുമെന്നായിരുന്നു സർക്കാർ പരസ്യമായി പറയുന്ന കണക്ക്. വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ 25 സെമിനാറുകളാണ് സംഘടിപ്പിച്ചത്. ഇതിന്റെ ചെലവും സ്പോൺസർഷിപ്പിലൂടെ ആയിരുന്നുവെന്നാണ് പറഞ്ഞത്. പ്രദർശനങ്ങൾ, ഇൻസ്റ്റാലേഷനുകൾ എന്നിവയ്ക്ക് അനുബന്ധ പരിപാടികൾക്കുമായി 4.83 കോടി രൂപ ചെലവിട്ടെന്ന് പബ്ലിക് റിലേഷൻ വകുപ്പ് വ്യക്തമാക്കി. മീഡിയ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംഘടിപ്പിച്ച പരിപാടിയുടെ ബില്ലുകൾ ലഭിക്കുന്നതേ ഉള്ളൂവെന്നും കിട്ടുന്ന മുറയ്ക്ക് കണക്കുകൾ നൽകുമെന്നും ഗവർണർ വിവരാവകാശ ചോദ്യത്തിനുള്ള മറുപടിയിൽ പറഞ്ഞിരുന്നു. അതിഥികൾ, കലാപ്രവർത്തകർ, ട്രേഡ് ഫെയറിന് എത്തിയവർ, പ്രമുഖ ഷെഫുകൾ എന്നിവരുടെ താമസ സൗകര്യത്തിനായി 65.14 ലക്ഷം രൂപ ചെലവായെന്ന് പൊതുഭരണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പിണറായി സർക്കാർ ചിലവാക്കിയ മൊത്ത കണക്കെടുക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് വെട്ടിപ്പായിരിക്കും നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. പിണറായി സർക്കാർ സ്വന്തം ആഡംബരങ്ങൾക്ക് ചെലവാക്കിയ പണമുണ്ടെങ്കിൽ തന്നെ പകുതി ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാം. എന്നാൽ നമ്മുടെ മുഖ്യമന്ത്രി ജനങ്ങളെ സേവിക്കാൻ വേണ്ടി അധികാരത്തിൽ കയറിയതാണോ എന്ന് എല്ലാവർക്കും സംശയമുണ്ട്. അവർക്ക് ആകെയുള്ള ലക്ഷ്യം ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എങ്ങനെയും സംസ്ഥാനത്തെ മുടിപ്പിച്ചിട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.